നമ്മൾ പ്രതീക്ഷിക്കാത്തതും നമ്മൾ വിചാരിക്കാത്തതും 32 വർഷമായി അമ്മയിൽ നടക്കാത്തതുമായ കാര്യങ്ങൾ അവിടെ നടക്കുന്നതായിട്ടാണ് ഞങ്ങൾ സംശയിക്കുന്നത്. അതിന് എനിക്കൊരു ആധാരവുമുണ്ട്, വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ഈ വീഡിയോ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ഞാനൊന്ന് പ്ലേ ചെയ്യാം. പിന്നെ ഇതിലൊരു വലിയൊരു കാര്യം പറയുന്നത് എന്താണെന്നറിയാമോ? 15 കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയില് അദാനി ഗ്രൂപ്പ് ഇവരുടെ കുറെ പരിപാടികളുണ്ട്. ദക്ഷിണ അങ്ങനത്തുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സിനിമാ രംഗത്തുണ്ടായിരുന്ന ആൾക്കാർക്ക് കരുതലായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് കൂടുതൽ കൊടുക്കാം, വീട് വെച്ച് കൊടുക്കാം, അങ്ങനെ പല കാര്യങ്ങളും. 15 കോടി രൂപ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പൊ ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സ്ത്രീ വന്നിട്ട് ഇത്രയും പാപവും കാണിക്കുന്നു. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത എന്ത് കാര്യമാണ് ഇവരുടെ കയ്യിൽ? അല്ലെങ്കിൽ സാധാരണ അമ്മ ഒരു ഷോ നടത്തും, അതിൽ നിന്നുള്ള പൈസ വെച്ചാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലൊരു വലിയൊരു കാര്യം പറയുന്നത് എന്താണെന്നറിയാമോ? 15 കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയില് അദാനി ഗ്രൂപ്പ് ഇവരുടെ കുറെ പരിപാടികളുണ്ട്. ദക്ഷിണ കേട്ടല്ലോ. ഇത് ഒന്നാമത്തെ കാര്യം, ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നും ശ്വേതയുടെ വിശ്വാസ്യതയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്. ഞങ്ങളുടെ അറിവിൽ അവർ അമ്മയുടെ മെമ്പറല്ല. അവർക്ക് അമ്മയുമായിട്ട് എന്താണ് ബന്ധം എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് മൾട്ടിനാഷണൽ കമ്പനിയുടെ 15 കോടി രൂപ ആവശ്യമില്ല എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് സംസ്ഥാന നേതാവാണ്, മുൻ കൗൺസിലറാണ്, ശ്രീമതി പത്മജ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീഡിയോ ഞാൻ അയച്ചു തരാം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ. അപ്പൊ ഇവര് എങ്ങനെയാണ് ഈ വിഷയം സംസാരിക്കുന്നത്? ഇവര് അമ്മയുടെ നേതാവാണോ? ശ്വേത പലവട്ടം പറഞ്ഞു അവർ കോൺഗ്രസ് ആണ്. അവർക്ക് കോൺഗ്രസ് ആകാം, BJP ആകാം, CPM ആവാം, അല്ലെങ്കിൽ CPI ആകാം. ഞങ്ങൾക്ക് ആർക്കും അതിൽ ഒരു വിരോധവുമില്ല, ഒരു അയിത്തവുമില്ല. ഇതെല്ലാം തന്നെ ജനാധിപത്യ രീതിയിൽ ഇന്ത്യയിൽ ഉള്ള പാർട്ടികളാണ്. പക്ഷേ ഇവിടെ ഇതിൻ്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഞങ്ങൾ എതിർക്കും. അത് ചോദ്യം ചെയ്യുന്ന ഒരാളായിരുന്നു അൻസിബ. അൻസിബ എന്ന മുസ്ലിം നാമധാരിയായ വ്യക്തിയെ വർഗീയവാദിയാക്കി, ജിഹാദിയാക്കി അവിടെ നിന്ന് ഓടിക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അവരെ ഹിന്ദു അമ്പലത്തിൽ നിന്നും പണം വാങ്ങിച്ചതിൻ്റെ പേരിൽ അവര് വർഗീയത നടപ്പിലാക്കി എന്ന് വ്യക്തിപരമായി ഓരോരുത്തരെയും വിളിച്ചു പറഞ്ഞ് അവിടെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന് എനിക്ക് ആരോപണമല്ല, എൻ്റെ അനുഭവമാണ്. എന്നെ വിളിച്ച് എന്താണ് പലവട്ടം നിങ്ങൾ കേട്ട് കാണും, മാലാപാർവതിയാണ് ഗൂഢാലോചനയുടെ പിന്നിലെന്ന് നിങ്ങൾ പലവട്ടം കേട്ട് കാണും. എന്താണ് ആ ഗൂഢാലോചന? എന്തുകൊണ്ടാണ് ശ്വേത എനിക്ക് മൈക്ക് തരാതെ വട്ടം പിടിച്ചു നിന്നത്? ജനറൽ ബോഡി ഞാൻ സംസാരിക്കാൻ പാടില്ല, മീഡിയ പോ എന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറയുന്നത് ഇന്ന് രമേശ് പിഷാരടിയുടെ ഒരു ഫോൺ സംഭാഷണം ഒരു അജണ്ടയോടുകൂടി അവർ പുറത്തുവിട്ടതിന് ശേഷം അവർക്ക് ആ മാന്യത കൊടുക്കേണ്ടതില്ല. അതുകൊണ്ടാണ് വ്യക്തിപരമായ ഒരു സംഭാഷണം, അതിലൊരു തെളിവും കൂടിയുണ്ട്. ഒരാൾ കൂടി ആ കോൺകോളിൽ ഉണ്ടായിരുന്നു എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ഇത് പറയുന്നത്. അൻസിബയുടെ വിഷയം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അവർ 4 പേരെ കൺവേർട്ട് ചെയ്യാൻ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, ശ്വേത എന്ത് സംസാരിക്കുന്നത്? അങ്ങനെ സംസാരിക്കല്ലേ, അങ്ങനെ സംസാരിക്കരുത്. അല്ല ചേച്ചി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് യൂഷ്വൽ ഇവരുടെ ഒരു സംഭവം തുടങ്ങി. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ തർക്കമുണ്ടാവുകയും ഞാൻ പറഞ്ഞു, ഇതൊരു സാമൂഹ്യ വിഷയമാണ്, ഇത് അമ്മയുടെ വിഷയമല്ല, ഇത് ഞാൻ പുറത്ത് പറയും നിങ്ങൾ ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് അവര് പറഞ്ഞത്, നിങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല, യു വിൽ ബി ഔട്ട് ഓഫ് ദിസ് ഇൻഡസ്ട്രി. ചേച്ചി, ഐ എം ടെലിംഗ് യു ബിക്കോസ് ഐ ലവ് യു, യു ഡോണ്ട് നോ വാട്ട് യു ആർ ഗെറ്റിംഗ് ഇൻ ടു, പ്ലീസ് സ്റ്റേ അവേ. And I know when you decide on something, you get into this one track and you crash land. So you don't know what you're getting into. I am asking you to stop. Do not interfere in Ansiba's issue. എന്താണ് ആ വരിയുടെ അർത്ഥമെന്ന് വളരെയധികം ആലോചിച്ചതിന് ശേഷമാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഫോൺ ചെയ്യുന്നത്. എന്താണ് അവിടെ നടന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ വേണ്ടാതെ, ഒരു സംശയത്തിനിടയില്ലാതെ 2023 നടന്ന ഒരു സിനിമയുടെ കാര്യം അദ്ദേഹം പറയുകയാണ്. അവിടെ വെച്ച് അൻസിബ ഒരു നോമ്പെടുത്തു എന്നും അതിനോടൊപ്പം ഈ അദ്ദേഹത്തിന്റെ മകനായ അഭിനയിക്കാൻ വന്നതോ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടോ അദ്ദേഹത്തിന്റെ സംവിധായകൻ എന്നെ വളരെയധികം മോശമായി പറയുന്നുണ്ട്, അവിടെ ഒരു നോമ്പ് തുറന്നു എന്നും. അത്രയും മാത്രം നടന്ന ഒരു കാര്യത്തിനെ 2026 ഇവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരു വാട്സപ്പ് ചാറ്റിൽ ഭീഷണിയുടെ സ്വരത്തിൽ ഉപയോഗിച്ചത് എന്തിനാണ് ടിനി ടോം?
അത് ചോദിക്കുന്ന സമയത്ത് ശ്വേത പറയുന്നത്, ചേച്ചി ഡു യു വാണ്ട് ഇനി ടു എൻഡ് അപ്പ് ഇൻ ജയിൽ? അപ്പൊ ഞാൻ പറഞ്ഞു, തിഹാർ ജയിലിൽ അൻസിബ പോയ കുറച്ച് പ്രശ്നമില്ലേ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ തമ്മിലുണ്ടായ ഒരു തർക്കം. അന്ന് മുതലാണ് ഞാനൊരു ഗൂഢാലോചനക്കാരിയായത്. അവർക്ക് ഗൂഢാലോചനയൊന്നുമില്ല, ആലോചന നടത്തിയിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇങ്ങനെ ഒരു സംഘമല്ല അമ്മയെ ഭരിക്കേണ്ടത്. ധ്രുവീകരണം നടത്തുന്ന, വർഗീയവാദം നടത്തുന്ന, മനുഷ്യരെ ഒന്നായി കാണാൻ പറ്റാത്ത, ജാതി മതങ്ങളെ ഒന്നായി കാണാൻ പറ്റാത്ത, കലാകാരന്മാരുടെ ഇടയിൽ ധ്രുവീകരണം നടത്തുന്ന ആൾക്കാരല്ല അത് ഭരിക്കേണ്ടത്. എന്റെ വിശ്വാസമാണ്. കേരളം അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ആ കേരളത്തിനോട് ഒരു ഉത്തരവാദിത്വമുള്ളത് കൊണ്ട് അവിടെ നടക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം നാളെ വരാനിരിക്കുന്ന ഒരു കേരള സ്റ്റോറിയാണ് എന്ന് മനസ്സിലായതുകൊണ്ടും അതിനെ എതിർക്കണമെന്നുള്ള ഉത്തമ വിശ്വാസത്തിലുമാണ് ഞാൻ അവിടെ പ്രതികരിച്ചത്. നാളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ സ്ക്രിപ്റ്റ്. ഒരു സിനിമാ നടി, തട്ടമിടാത്ത, ഒരു തരത്തിലും ജാതി മതങ്ങളൊന്നുമില്ല, അമ്പലത്തിൽ വരെ പോകുന്ന ഒരു മലപ്പുറംകാരി മുസ്ലിം, അവളവിടെ മത പരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നു എന്നൊരു കഥ ഒരു സിനിമയായിട്ട് വന്നാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ നന്നായി ഓടും. ഈ കഥയാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നതെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഇത് വളരെയധികം എതിർത്തത്. ഇത് പറയരുതെന്നും പറയണ്ടെന്നും വിചാരിച്ച് തന്നെയാണ് ഇരുന്നത്. അത് മറ്റു കാര്യങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടേയിരുന്നു. കണക്കിന്റെ കാര്യമായിട്ടും അങ്ങനെയൊക്കെ. കണക്കിന്റെ കാര്യവും മറ്റു കാര്യവും ഒക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഉണ്ട്, കണക്ക് തെറ്റ് തന്നെയാണ്. പക്ഷെ ഇത് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ചു പേര് ഈ കാര്യങ്ങളെ ഞങ്ങളെ ഏൽപ്പിക്കൂ, ഞങ്ങൾ ഇതൊക്കെ ശരിയാക്കട്ടെ, ഞങ്ങൾ കുറച്ചു പേര് ഞങ്ങൾക്ക് മാത്രമായി ഈ ഉത്തരവാദിത്തങ്ങൾ തരൂ, അൻസിബെ പുറത്താക്കൂ. ആദ്യത്തെ ദിവസം വന്നപ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് അൻസിബെ പുറത്താക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. അൻസിബ പുറത്തായില്ലെന്ന് മാത്രമല്ല, അൻസിബയുടെ സംസാരത്തിൽ മുഴുവൻ ജനറൽ ബോഡി അംഗങ്ങളും അൻസിബ പറഞ്ഞത് മനസ്സിലാക്കി അൻസിബയുടെ കൂടെ നിന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല കേട്ടോ. ഇതൊന്നും ഞാൻ ജനറൽ ബോഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ അൻസിബ പറഞ്ഞ പല കാര്യങ്ങളും അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അൻസിബയോടൊപ്പം നിന്നു. ഇവർക്ക് ഉത്തരവില്ലാതെ ആയി എന്നുള്ളത് സത്യമാണ്. അതിന് ബാബുരാജ് ഒരു ആരോപണം മുന്നോട്ട് വെച്ചു. ഒരു പ്രത്യേക പാർട്ടിയിൽ നിന്നും 2 കോടി രൂപ വാങ്ങിയില്ലേ. ഇത് ജനറൽ ബോഡി സീരിയസ് ആയിട്ട് എടുത്ത ഒരു ആരോപണമൊന്നുമല്ല. പിറ്റേ ദിവസം ലക്ഷ്മിപ്രിയ പറയുമ്പോഴാണ് നമ്മൾ ഇത് ഇത്ര ഗൗരവം ഉണ്ടായിരുന്നോ എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ഇവരെ ഇറങ്ങി ഓടി അവിടുന്ന്. എന്തിനാണ് ഓടുന്നത്? നമ്മളോടൊരു അനാവശ്യമായ ആരോപണം പറഞ്ഞാൽ തിരിഞ്ഞു നിന്ന് താൻ ആരോടൊന്നല്ലേ തിരിച്ചു ചോദിക്കുക. അങ്ങനെ ചോദിക്കാതെ അവരിറങ്ങി ഓടിയത് എന്തിനാണ്? നമുക്ക് മനസ്സിലാവുന്നില്ല അവരെന്തിനാണ് അങ്ങനെ ഓടിയതെന്ന്. അതിനുശേഷം ഞാൻ പോവുകയാണ്, അംഗത്വം രാജിവെച്ച് പോവുകയാണെന്ന് പ്രഖ്യാപിച്ച് അവർ പോയി. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതൊരു ഞാനും എൻ്റെ അംഗങ്ങളും രാജിവെക്കുന്നു എന്നാണ് പറഞ്ഞത്. അംഗങ്ങളും ഞാനും എൻ്റെ അംഗങ്ങളും എന്ന് പറയുമ്പോൾ അംഗങ്ങളെല്ലാം അവിടെ ഉണ്ട്. അവരാരും തിരിച്ചു വന്ന് ഞങ്ങൾ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞില്ല. അവര് രാജിവെച്ചതിന് ശേഷം ജനറൽ ബോഡിയാണ് അപ്പെക്സ് ബോഡി. നിങ്ങൾക്ക് നോക്കാം, ട്രാവൻകൂർ കൊച്ചി ലിറ്റററി ആൻഡ് സയന്റിഫിക് രജിസ്ട്രേഷൻ സൊസൈറ്റി ആക്ട് ആണ് പാരന്റ് ആക്ട്. അതിൽ പറയുന്നത് അപ്പെക്സ് ബോഡിക്ക് തീരുമാനമെടുക്കാം. മാസ റെസിഗ്നേഷനും അബാൻമെന്റും വന്നു കഴിഞ്ഞാൽ അപ്പെക്സ് ബോഡിയാണ് തീരുമാനമെടുക്കേണ്ടത്. അപ്പെക്സ് ബോഡി ജനറൽ ബോഡിയാണ്. ശ്വേതയുടെ തന്നെ വാക്കിൽ പറഞ്ഞാൽ ഞങ്ങളുടെ കോർട്ട്. എല്ലാവരും കൂടെ തീരുമാനമെടുത്തു പുതിയൊരു സമിതിയെ ഏൽപ്പിക്കാൻ. ആ സമിതിയുടെ അധ്യക്ഷനെ അല്ലെങ്കിൽ കൺവീനറിനെയാണ് ഇന്നലെ മ്ലേച്ഛമായ ഒരു ഫോൺ കോൾ ചോർത്തിക്കൊണ്ട് കോടതിയിൽ പോയി ഒഴിവാക്കിയത്. ഞങ്ങൾ കയ്യും കാലും പിടിച്ചാണ് രമേശ് പിഷാരടി അവിടെ ഇരുത്തിയത്. രമേശിന്റെ ഒരു നയം, അനുരഞ്ജനം, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ. അല്ലാതെ അദ്ദേഹം അവിടെ കോൺഗ്രസ്സുകാരനാണ്, പക്ഷെ കോൺഗ്രസ് അവിടെ കളിക്കില്ല എന്ന ഉത്തമ വിശ്വാസമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിനോട് ഐക്യമില്ല. BJP ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവിടെ, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. CPM-കാരുണ്ട്, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. പക്ഷേ ഈ വർഗീയവൽക്കരണം ബോളിവുഡിലൊക്കെ നടന്നിട്ടുള്ളത് പോലെ സിനിമ സംഘടനകളെ പിടിച്ചുകൊണ്ട് സിനിമയെ മാറ്റിക്കൊണ്ട് ഒരു നാട്ടിൽ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഈ ശ്രമത്തിനെ മുളയിലെ നുള്ളാൻ ശ്രമിച്ചു എന്നുള്ള ഗൂഢാലോചന കുറ്റമുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല, രൂക്ഷമായി സംസാരിച്ചിട്ടുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്.